എന്താ എന്നോടൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? കണ്ടു പരിചയമില്ലാത്ത 3-4 പിള്ളേരെ ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടല്ലോ. ആരാ അവരൊക്കെ? എന്തിനാ? അല്ല, അയൽക്കാരല്ലേ, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാലോ എന്ന് കരുതിയിട്ടാ. അങ്ങനെ ഇപ്പൊ അറിയണ്ട, കാര്യങ്ങൾ നിങ്ങൾ അറിയാണ്ട് പോട്ടതല്ലേ. വാ, കേറി വാ. ഇരുന്നോ? ലക്ഷ്മിക്കുട്ടി അകത്തില്ലേ? നമസ്കാരം. എന്താ നിങ്ങൾ വീണ്ടും? ചക്രപണി, അതായത് മോളെ, ഇവര് ഡൽഹിക്കാരാ. അവിടെ ഒരു ഡാൻസ് ഫെസ്റ്റിവൽ ഉണ്ടത്രേ, ഈ മറുനാടൻ മലയാളികളുടെ. കലാമണ്ഡലത്തിൽ പോയി അവിടെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാ ഇവര് വന്നിരിക്കുന്നത്. ഇവർക്ക് ഇവിടെ ഒന്നും നല്ല പരിചയമില്ലേ. കുറെ ഡാൻസ് ഡ്രസ്സുകൾ തയ്പ്പിച്ചിട്ട് വേണം ഇവർക്ക് മടങ്ങാൻ. മോഹിനിയാട്ടം, ഭരതനാട്യം, ഫോക്ക് ഡാൻസ്, അങ്ങനെ 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 കോച്ചിപ്പിടി, അല്ലെ കോച്ചിപ്പിടി അല്ല കുച്ചിപ്പിടി, അതെ, അങ്ങനെയുള്ള കാര്യങ്ങൾ മോള് തന്നെ അതിന് വേണ്ട ഡ്രസ്സുകൾ തയ്ച്ചു കൊടുക്കും. സാവകാശം മതി, 3 മാസം സമയമുണ്ട്. അല്ലേ, മോളൊന്ന് സമ്മതിക്കണം. അതൊരു വലിയ സഹായമാണ് ഇവർക്കേ. ചെറിയൊരു സഹായം, മറുത്തു പറയരുത്. ഡെന്നീസേ, ആ തുണിക്കെട്ടുകളും എടുക്കാൻ പറ. അവിടെ ഇറക്കിയേക്ക്. ഇപ്പൊ ഇത്രയേ ഉള്ളൂ, ചെറിയ പ്രോഗ്രാമാണ്. ചക്രവാണി, ഇതവിടെ വാങ്ങിച്ചോളൂ. ആ, സഹായമല്ലല്ലോ, കൂലിയല്ലേ. തയ്യക്കൂലി അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കോളൂ കുട്ടി. ഇത് നല്ല കൂട്ടി, വാങ്ങിക്കോളൂ. എന്റെ പേര് ദത്തൻ, ദത്തൻ ഫ്രം ഡൽഹി. ഒരു വിവരം പറയാൻ വന്നതാ. ആരാ അവിടെ? ഞാനാ, ദത്തൻ. അതെയോ? ഇങ്ങോട്ട് കേറി വരിക. നമ്മുടെ CI സുഗുണന്റെ കുടിശ്ശിക ഞാനങ്ങ് തീർത്തുട്ടോ. ഇനി അയാളുടെ ശല്യം ഉണ്ടാവില്ല. ബുദ്ധിമുട്ടായോ? അത് ലേശമൊന്നും ബുദ്ധിമുട്ടേണ്ടി വന്നു. എങ്കിലും സംഗതി ക്ലീൻ. ഇനിയിപ്പോ മാസാമാസം വാടക കൊടുത്താൽ മതി. അഥവാ കൊടുത്തില്ലെങ്കിലും കുടിശ്ശികയാവുമ്പോ പറഞ്ഞാൽ മതി, ഞാൻ തീർത്തോളാം ഒരുമിച്ച്. എന്റെ കുട്ടി മുമ്പൊരിക്കലും എന്തൊക്കെയോ പറഞ്ഞിരിക്കണോ, ഒന്നും മനസ്സിൽ വെക്കണ്ടാട്ടോ. ഒക്കെ അങ്ങനെ കളഞ്ഞേക്ക. ഒരന്തവും ഒന്നും ഇല്ലാത്തവളാണേ. എന്താ തമ്പുരാനേത്? അതൊക്കെ അന്നേ മറന്നില്ലേ? എന്നാ ഞാൻ പിന്നെ തുണികൾക്കൊന്നും എണ്ണം വെക്കാൻ നിൽക്കണ്ട, ഇഷ്ടം പോലെ അങ്ങ് തയ്ച്ചോളൂ. ഏതിനായാലും ആവശ്യക്കാർ കാണുമേ ഡൽഹിയില്. എന്നാ പിന്നെ ചക്രമണി. ഹലോ, എക്സ്ക്യൂസ് മീ, നിങ്ങൾ തമ്മിൽ ലവ് ആണല്ലേ? ഐ മീൻ സ്നേഹം. അയ്യോ, വേദനിച്ചോ? അയ്യോ, ഇപ്പോഴോ? മരവിച്ചു. മേലില്ല വാക്കിനോട് മിണ്ടിപ്പോരുത്. സ്നേഹം, മനസ്സിലായോ? എന്ത് കഴിയുന്നുണ്ടോ? ഈ സ്നേഹം എന്ന വാക്ക് ഇത്രയും വലിയ തെറിയായിരുന്നോ ഹിന്ദിയില്? കിട്ടേണ്ട കിട്ടിയാ തോന്നുന്നുണ്ട് തോന്നും. മനസ്സിലായില്ലേ? ഇത് ഞാനാ ലക്ഷ്മി, അനിയൻ തമ്പുരാന്റെ. ലക്ഷ്മി മോളെ,
ലക്ഷ്മി, ദുഷ്ടനാവൻ ഭരതൻ, എല്ലാം ഞാൻ അറിഞ്ഞു. പാവം തമ്പുരാൻ. ഒന്ന് കാണണമെന്നുണ്ട്, പക്ഷെ വയ്യ. പഴയ പ്രതാപിയായ തമ്പുരാന്റെ ചിത്രമാണ് മനസ്സിൽ. അത് തിരുത്താൻ വയ്യ. നന്ദനെ കുറിച്ച് എന്തെങ്കിലും? ഇല്ല, ഒരു വിവരവുമില്ല. ജീവിച്ചിരിപ്പുണ്ടാവും എവിടെയെങ്കിലും. അങ്ങനെ ആയിരിക്കണമേ എന്ന് മനമുരുകി പ്രാർത്ഥിക്കാറുണ്ട് നിത്യവും. എന്നെങ്കിലും അവൻ എന്നെ തേടി വരും, എനിക്കുറപ്പുണ്ട്. അതിനു വേണ്ടിയാ ആർക്കും വേണ്ടാത്ത ഈ ജന്മം ഞാൻ തീർന്നത്. വേണ്ട, നിങ്ങളൊക്കെ നല്ല ആളുകളാ. ശാപം പേറിയ ജന്മ എന്റേത്. എന്നെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച് നിങ്ങളുടെ ജന്മം കൂടി പാഴാക്കണ്ട. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വേണ്ട, എന്നെ മറന്നേക്കൂ. എത്രയോ നല്ല പെൺകുട്ടികളെ കിട്ടുന്നതിന്. പക്ഷേ അവരൊന്നും ലക്ഷ്മിയാവില്ലല്ലോ. ഒന്നും കേൾക്കണ്ട എനിക്ക്. എനിക്കതിനുള്ള അവകാശം ഉണ്ടെങ്കിലോ? ഓർമ്മയില്ലേ ഒരു പൈങ്കിളിയെ, നിന്റെ ആ പഴയ കളിക്കൂട്ടുകാരനെ, ഭാനുമതി അമ്മയുടെ നാട് വിട്ടുപോയ ആ നിഷേധി പയ്യനെ, നന്ദനെ. നന്ദനാണ് ഞാൻ. നന്ദൻ? അതെ, നന്ദൻ. എല്ലാം പിഴച്ചുപോയ നന്ദൻ. സ്വയം തിരുത്തുക ഞാൻ. വീണ്ടും ഒന്നേന്ന് തുടങ്ങുകയാണ്. അതിന് നീയും കൂടിയേ തീരും. വേണ്ട നന്ദു, ഞാൻ ഒന്നും പറയരുത്. എനിക്ക് ആ പഴയ നന്ദു ആവണം. ആ പഴയ ലക്ഷ്മിയിലൂടെ മാത്രമേ എനിക്കതിന് കഴിയൂ. നിന്റെ ആ പഴയ നന്ദനല്ലേ ഞാൻ. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ആരാത്? ഞാനാ. ആര്? ദത്തനോ? അല്ല, നന്ദൻ. നന്ദനോ? അതെ, നന്ദൻ. ഇല്ലത്തെ പഴയ ബാല്യക്കാരി ഭാനുമതി അമ്മയുടെ മകൻ. ചാബല്യം നിറഞ്ഞ കുരുന്നു മനസ്സിൽ അമ്മയെ ക്രൂരയാക്കി വരച്ച് നാട് വിട്ടുപോയ ഇളയ മകൻ. ഇന്നെല്ലാം മനസ്സിലാക്കി മടങ്ങിയെത്തിയിരിക്കുന്നു, പുതിയൊരു നന്ദനായി. ലക്ഷ്മിയുണ്ട് എന്നോടൊപ്പം. ഞാൻ വന്നിരിക്കുന്നത് ലക്ഷ്മിയെ ചോദിക്കാനാ. നന്ദ, ആ പഴയ വേലക്കാരിയുടെ മകന് ലക്ഷ്മിയെ തരാൻ മടിയുണ്ടോ തമ്പുരാന്? പക്ഷേ എന്റെ കയ്യിൽ സ്വർണവും പണമൊന്നുമില്ല കുട്ടിയെ തരാനായിട്ട്. പത്തരമാറ്റുള്ളൊരു മനസ്സുണ്ട് എന്റെ കുട്ടിക്ക്. ഒരാളെ കൂടി കാണണം എനിക്ക്, ഭരതനെ. പിന്നെ എല്ലാം ശുഭം. ഭരതൻ, എന്താ? നേരിക്കണ്ട ഒരു കാര്യം പറയാൻ വന്നതാ. നിങ്ങളുടെ പ്രതികാര കഥകളെല്ലാം ഞാൻ അറിഞ്ഞു. പക്ഷേ നിങ്ങളുടെ പ്രതികാരത്തിൽ ലേശം പോലും ന്യായമില്ല. ശക്തൻ തമ്പുരാനാണ് നിങ്ങളെ ദ്രോഹിച്ചത്. അദ്ദേഹം മരിച്ചുപോയി. അയാളോടുള്ള പ്രതികാരം പാവങ്ങളായ അനിയൻ തമ്പുരാനോടും മോളോടും തീർക്കരുത്. നിങ്ങൾ അതിൽ നിന്ന് പിന്മാറണം. നീ ആരാടാ പുള്ളി ഇതൊക്കെ പറയാൻ? മുമ്പൊരിക്കലെപ്പോഴോ നിങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു ഞാൻ ആരാണെന്ന്. താൻ അതറിയാനുള്ള സമയമായി. ഞാൻ തെക്കേപ്പാട്ടെ നാട് വിട്ടുപോയ ഇളയ സന്തതി നന്ദൻ, ഭാനുമതിയുടെ മകൻ. പിന്നെ ലക്ഷ്മി, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ. മേലിൽ നീ അവളെ ശല്യപ്പെടുത്തരുത്. അത് പറയാനാ ഞാൻ വന്നത്. എടാ വീറ ചെറുക്ക, നിനക്ക് എന്തറിയാടാ ഭരതനെ കുറിച്ച്? ഭരതൻ ആ നാം ഉച്ചരിക്കാൻ പോലും നീ വളർന്നിട്ടില്ല. തീയിൽ കുരുത്തവനാണ് ഞാൻ, ചോരയുടെ നിറമുള്ള തീയിൽ. വെയിലത്ത് പോലും പാടില്ല. പിന്നെയാണോ ഈ നിലാവത്ത്? ഭരതൻ ആരാണെന്ന് നീ ഒന്ന് അറിഞ്ഞിട്ട് പോ. തൊമ്മി, വേണ്ട ഭരത, വേണ്ട.
തോക്കുകൊണ്ടുള്ള കളി മലയാളത്തന്മാർക്കറിയില്ല. ഞാനും ഒരു മറ്റവനാ. ഇനി നീ കാണാൻ പോകുന്നത് നന്ദനെ ആയിരിക്കില്ല, നന്ദൻ ഗൗഡയായിരിക്കും. അതൊരുമാതിരി ഞാറ്റുവെട്ടി ഭരതനായിരിക്കില്ല. അതുകൊണ്ട് വിട്ടേക്ക്. പോയിട്ട് വരട്ടെ. ശരി കിരൺ. കിരൺ ബൈ 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 കിരൺ. ഡെന്നീസേ, കിരൺ എവിടെ? കിരൺ എടാ കിരൺ 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 എടാ കിരൺ ചോ കിരണേ, ചോ കിരൺ 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 ചോ കിരൺ കിരൺ. ഡെന്നീസേ, കിരൺ എവിടാ? എടാ കിരൺ 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 ചോ ചോ നന്ദാ എന്താടാ കിരൺ? എന്താ ഉണ്ടായത്? ആരാ? അവൻ ഭരതൻ. മാപ്പ്. ഒരുത്തനെ പോലും വീഴ്ത്താൻ എനിക്കായില്ല. കിരൺ വേണ്ട, ഞാൻ പറയുന്നൊന്ന് കേക്കൂ. മോനെ, എന്റെ അമ്മയെ പറയുന്നത് എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. എന്നെ സ്നേഹിച്ച് എനിക്ക് പൊതു തീർന്നിട്ടില്ല. നീ പോകരുത്, പോകരുത് മോനെ. വേണ്ട മോനെ. Ah!